ലൈസൻസിൻ്റെ ഇപ്പോൾ ഗ്രേസ് പീരീഡ് സംബന്ധിച്ച് ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് SD ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നിലവിൽ നമ്മുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രേസ് പീരീഡ് ലഭിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഓഗസ്റ്റ് 15, 2026 ശേഷം പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിയമപ്രകാരം നമ്മുടെ ലൈസൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം കൂടി നമുക്ക് അതിൻ്റെ ഗ്രേസ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ലൈസൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 30 വയസ്സ് തികയുന്ന വേളയിൽ നമ്മൾ പുതിയ ലൈസൻസ് എടുക്കുകയോ പുതുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 40 വയസ്സിന് ശേഷം മാത്രം നമുക്ക് ഈ പറഞ്ഞതുപോലെ പിന്നീടുള്ള പുതുക്കൽ ചെയ്താൽ മതി. അപ്പോൾ 10 വർഷം നമുക്ക് ലഭിക്കും. അതേസമയം 40-നും 45-നും ഇടയ്ക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതേ കൂട്ട് തന്നെ 10 വർഷം കൂടെ അഡീഷണൽ ലഭിക്കും. പിന്നെ നമുക്ക് ഒരു 50-55 വയസ്സ് പ്രായം വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഏകദേശം ഒരു 10 വർഷത്തിനകത്ത് തന്നെ ലഭിക്കും. 55-ന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ 5 വർഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 28-ാമത്തെ വയസ്സിൽ ഒരാൾ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈസൻസിൻ്റെ കാലാവധി 40 വർഷത്തിനകത്ത് കിട്ടും. അതേസമയം 40-ന് ശേഷം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു പിന്നീടൊരു 10 വർഷം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കാലാവധി കിട്ടുക. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ 58 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ എടുത്തു കഴിഞ്ഞാൽ 5 വർഷം മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ 5 വർഷം കൂടെ കൂട്ടി ഏകദേശം ഒരു 63 വയസ്സ് ആകുന്ന ഉടനെ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് എക്സ്പയർ ആവും. അപ്പോൾ ഈ പ്രായം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ ഈ പ്രായത്തിൻ്റെ കാര്യം ഓർക്കാതെ കണ്ട് നമ്മുടെ ലൈസൻസ് എക്സ്പയർ ആയി പോവുകയും പിന്നീട് രണ്ടാമത് ടെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം പോലും വലിയ ഫൈൻ കൊടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു പുതിയ നിയമം കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ ഇടയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ആ ചാർട്ടും കൂടെ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എപ്പോൾ പുതുക്കണം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. വരും ദിവസങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള പുതിയ വിവരങ്ങളും നമ്മുടെ SD ചാനലിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പുതിയതായിട്ട് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ മുകളിലോട്ടുള്ള വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ.